വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിൽ എത്തിച്ചു. മുംബൈയിൽ നിന്ന് മൃതദേഹങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് കൊട്ടാരക്കരയിലേക്ക് എത്തിച്ചത്. നാളെ പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, എത്രത്തോളം വൈകാരികമായാണ് നാട് ഈ ഭൗതികദേഹങ്ങൾ ഏറ്റുവാങ്ങിയതൊപ്പം പൊതുദർശനത്തിന്റെ സംസ്കാര ചടങ്ങിന്റെ വിവരങ്ങൾ കൂടി? കെ പി, കണ്ണീരോടെയാണ് ഈ ദമ്പതികളുടെ മൃതദേഹം ബന്ധുമിത്രാദികളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങിയത്. മുംബൈ വിമാനത്താവളത്തിൽ നിന്നും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ അവിടെ നിന്നും കൊട്ടാരക്കരയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കുക. വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായിട്ടുള്ള AC തോമസും അതോടൊപ്പം തന്നെ ഭാര്യ ലൊവേനി തോമസുമാണ് 32 അംഗ സംഘത്തോടൊപ്പം ഈ വിനോദയാത്രയ്ക്കായി ഒരു മൊബൈൽ കമ്പനിയുടെ ടൂർ പാക്കേജിന്റെ ഭാഗമായി വിയറ്റ്നാമിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഫ്യൂകോക്ക് ദ്വീപിന് സമീപം ശക്തമായിട്ടുള്ള കാറ്റിലും തിരമാലയിലും ഒക്കെ പെട്ട് ബോട്ട് അപകടത്തിൽപ്പെടുന്നതും ഇവരുൾപ്പെടെ 15 പേർ മരണപ്പെടുന്നതും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകൾ, അതായത് നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനു മുമ്പായി തന്നെ രാവിലെ 10 മണിയോടുകൂടി ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനമുണ്ടാകും. ഈ പൊതുദർശനത്തിൽ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മറ്റ് ഇവരുടെയൊക്കെ സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടാകും. നാട്ടുകാരുമൊക്കെ ഒന്നിച്ച് ഇവർക്ക് യാത്രാമൊഴി നൽകുകയാണ്. വൈകുന്നേരം 3 മണിയോടെയാണ് മറ്റ് ശുശ്രൂഷകൾ ആരംഭിക്കുക. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക്, അതായത് കൊട്ടാരക്കരയിലെ മാർത്തോമ പള്ളിയിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും വളരെ സങ്കടമാർന്ന ഒരു വിവരമായിരുന്നു ഈ കഴിഞ്ഞ 7-ാം തീയതി ഉണ്ടായ ഈ അപകടത്തിൽ ഈ മലയാളി ദമ്പതികളും മരണപ്പെട്ടു എന്ന് പറഞ്ഞത്. നാട്ടിലൊക്കെ തന്നെ വലിയ രീതിയിൽ കാരണം വലിയ ഒരു സന്തോഷത്തോടെയാണ് വിനോദയാത്രയ്ക്ക് ഇവർ പോയത്. പക്ഷേ മടങ്ങി വരുന്നത് ഇങ്ങനെ ചേതനയേറ്റ ശരീരമായാണ് എന്നുള്ള ഒരു സങ്കടമാണ് നാട്ടിൽ മുഴുവനുമുള്ളത്. എന്തായാലും ജന്മനാട്ടിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ച മൃതദേഹം അവിടെ ജനപ്രതിനിധികളും ബന്ധുക്കളും ഒക്കെ ചേർന്നാണ് മോർച്ചറിയിലേക്ക് കയറ്റിയിട്ടുള്ളത്. കണ്ണീരോടെ ജന്മനാട്. എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.